നമസ്കാരം പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് അടുത്ത ഗഡു 23ാമത്തെ ഗഡുവാണ് നമുക്ക് വിതരണം ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം, അതായത് ജൂലൈ മാസം നമുക്ക് ഈ ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ ജൂലൈ മാസമാണ് നിലവിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യേണ്ട അവസാന മാസം. ആ മാസത്തിൽ തന്നെയാണ് വിതരണം ഉണ്ടാവുക. ഈ മാസം വിതരണമില്ല. കിസാൻ സമ്മാൻ നിധി തുക വിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്നുള്ള പ്രത്യേക അറിയിപ്പുകൾ. അതിനു മുൻപ് കർഷകന് വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള, അതായത് KYC പോലുള്ള കാര്യങ്ങൾ, മറ്റ് പ്രധാന മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് ചെക്ക് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയൊക്കെ ഇപ്പോൾ അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധി നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ID ജനറേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ 2025 തുടങ്ങിയതാണ്. അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നിരുന്നു. പിന്നീട് അത് ഈ 2026 പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിത് പൂർത്തിയാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ഇത് നിർബന്ധമാണ്, എല്ലാ കർഷകരും ചെയ്യേണ്ടതാണ്. കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ ഭാഗമാകണം. കർഷക ID എടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഭാവിയിൽ കാർഷിക ലോണുകൾ വേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികളോ മറ്റ് എന്തെങ്കിലുമൊക്കെ ജൈവ രാസവള സബ്സിഡികളോ മറ്റ് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ ഇതെല്ലാം തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി പിന്നീട് കേന്ദ്ര സർക്കാർ കൂട്ടിച്ചേർക്കുന്ന ഒരു കോളം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. കർഷക ID ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്പർ നൽകുക എന്ന് പറഞ്ഞ് ആ സമയത്ത് നമുക്ക് കർഷക ID നമ്പർ ഇല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെടാം, മുൻഗണന ലഭിക്കാതാകും. മുൻഗണന ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കർഷക ID എടുക്കുന്നതിന് വേണ്ടി കർഷകരോട് പറഞ്ഞിട്ടുള്ളത്. ഈ കർഷക ID എടുക്കുന്നതിന് പ്രധാനപ്പെട്ട രേഖ നമ്മളുടെ കരമടച്ച രസീത് തന്നെയാണ്. അതിൽ നമ്മളുടെ കൃത്യമായിട്ട് സർവേ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം സ്ഥലവിസ്തൃതി ഉണ്ട് എന്നും, അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ കർഷകൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്നു. കൃത്യമായിട്ട് അർഹതയുള്ള കരങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ നൽകാനും സാധിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ കർഷക ID എടുക്കാൻ പറയുന്നത്. കർഷക ID റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. പെൻഡിംഗ് ആണ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിൽ തടസ്സമില്ല, വളരെ വൈകാതെ ഉദ്യോഗസ്ഥരത് അപ്രൂവ് ചെയ്തുകൊള്ളും. ആദ്യഘട്ടത്തിൽ വില്ലേജ് ഓഫീസിലെത്തുന്ന ആപ്ലിക്കേഷൻ അത് പിന്നീട് കൃഷിഭവനിൽ എത്തിച്ചേരുകയും ഫൈനൽ അപ്രൂവലൊക്കെ നൽകി അത് സ്ഥിരീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്രൂവൽ ലഭിച്ചിട്ടുള്ളവർക്ക് ഒരു ID ജനറേറ്റ് ആയിട്ടുണ്ടാകും. ആ ID ആയിരിക്കും പല കാര്യങ്ങൾക്കും പിന്നീട് ഉപയോഗിക്കേണ്ടി വരിക. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ID എടുക്കും തോറും, അതായത് ID അപ്രൂവ് ആകും തോറും എല്ലാ കർഷകരുടെയും ഓട്ടോമാറ്റിക്കായിട്ട് കിസാൻ സമ്മാൻ നിധിയുടെ ഡീറ്റെയിൽസിലും ഈ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തോളും. പിന്നീട് നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്യാനൊന്നും പോകണ്ട. ഇനി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചറിയൽ കാർഡ്, കർഷക ID കാർഡായിട്ട് ലഭിക്കുമെന്ന്. അതിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കാർഡ് വിതരണമൊക്കെ പിന്നെയേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ നമ്പർ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കിസാൻ സമ്മാൻ നിധി ധനസഹായം ലഭിക്കുന്നവർ, കൃഷിഭൂമിയുള്ളവർ, അപ്പോൾ എല്ലാ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ അവരുടെ കൃഷിഭൂമി വിവരങ്ങൾ നൽകി ഈ ഒരു കർഷക ID എടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇത് കൃത്യമായിട്ട് കർഷക ID രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കർഷകർ അവരുടെ ആധാർ നമ്പർ കൊടുത്ത് ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചേക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.